അല്ല, ഇപ്പോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളാണ് എനിക്കുള്ളൂ. ഞാനിപ്പോ എഫ്ഐആർ കണ്ടില്ല, പരിശോധിച്ചില്ല. ഇപ്പോ വിജിലൻസിന്റെ ഇടുക്കി യൂണിറ്റ് ചിന്നക്കനാൽ ഭൂമി വിഷയത്തിൽ കോടതിയിൽ എഫ്ഐആർ ഫയൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തനുസരിച്ചാണ് 16-ാം പ്രതിയായി എന്നെയും ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ എനിക്ക് ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏത് കാര്യം അന്വേഷിക്കുന്നതിനും തടസ്സമില്ല. അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിന്റെ ഭാഗമായ വിജിലൻസ് എന്നെ വിളിപ്പിച്ചിരുന്നു. വിജിലൻസിനോട് ഞാൻ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിൽ അവർക്ക് തൃപ്തി വരാത്ത അല്ലെങ്കിൽ കേസുണ്ടെന്ന് തോന്നിയുകൊണ്ടായിരിക്കും കേസ് എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നരേന്ദ്രമോദിക്ക് ED എങ്ങനെയാണോ അങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് വിജിലൻസ്. അദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സമീപനമാണ് പിണറായി വിജയന്റേതും മോഡിയുടെ സമാനമായ രീതിയാണ്. കാരണം എനിക്കെതിരെ എനിക്ക് തോന്നുന്നു 8-ാമത്തെയോ 9-ാമത്തെയോ കേസും അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എനിക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് PWDയിൽ ആദ്യം പുറമ്പോക്ക് കയ്യേറി എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നിലം മണ്ണിട്ട് നടത്തിയെന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം റവന്യൂവില് ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വേണ്ട അവസാനം ബാർ കൌൺസിലിൽ ഇവിടെ ഞാൻ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നത് ചട്ടവും നിയമവും ലംഘിച്ചാണെന്ന് പരാതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ എന്റെ ഓഫീസിനെതിരെ ഞങ്ങളവിടെ വിദേശ പണം സ്വീകരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന് പറഞ്ഞ് പരാതി ഉണ്ടായിരുന്നു. എല്ലാ നിലയ്ക്കും ഉള്ള പരാതി കൊടുക്കുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിച്ച് വേട്ടയാടാനും പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊക്കെ കൊണ്ട് തളർത്തിക്കളയാം എന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. അന്വേഷണം കൊണ്ടോ കേസ് കൊണ്ടോ ആരോപണം കൊണ്ടോ സൈബർ ബുള്ളിംഗ് കൊണ്ടോ ഒന്നും എന്റെ ആത്മവിശ്വാസത്തെയും എന്റെ പോരാട്ട വീര്യത്തെയും തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാന് പറഞ്ഞത് കാര്യം, ഞാൻ ആരും ഏതെങ്കിലും ഹിഡൻ അജണ്ട വെച്ചിട്ട് ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ആളല്ല. പൂർണ്ണ ബോധ്യമുള്ള ഒരു അഴിമതി അല്ലെങ്കിൽ ഞാൻ അതിന്റെ രേഖകളും അതുപോലെ എവിഡൻസും ഒക്കെ പരിശോധിച്ചപ്പോ 100% നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു അഴിമതി പൊതുജന സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ആ പൊതുജന സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് കോടതിയിൽ ഔദ്യോഗികമായി ഫയൽ ചെയ്യുകയും ആ കേസ് നിയമപരമായി മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽ നിന്നും പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിലുള്ള വൈരാഗ്യം നിമിത്തമോ നിങ്ങൾ എത്രമേൽ വേട്ടയാടാൻ ശ്രമിച്ചാലും ഞാൻ ഈ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ല. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ തളർത്തിക്കളയാൻ വിജിലൻസിനെയോ പോലീസിനെയോ കേസോ ആരോപണോ അല്ലെങ്കിൽ അളവോ ഒന്നും വെച്ചിട്ട് തളർത്താമെന്നുള്ളത് പിണറായി വിജയന്റെ മിഥ്യാധാരണയാണ് എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നു. ഈ ക്രമക്കേടുള്ള ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് താങ്കൾ അത് വാങ്ങി, അങ്ങനെ ഒരു നിയമോപദേശം ഉണ്ടായിട്ടും അത് വാങ്ങി അഭിഭാഷകനായ താങ്കൾ അത്തരമൊരു നടപടി ചെയ്തത് എന്തിനാണ്? വിജിലൻസ് പറയുന്നത് അതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നമ്മള് ഒരു കോമൺ ലോജിക്കിൽ ആലോചിച്ചാൽ മതി. ക്രമക്കേടുള്ള ഭൂമിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ, അഭിഭാഷകൻ കൂടി ആയിരിക്കുന്ന നിയമം അറിയുന്ന എനിക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മൾ ആരെങ്കിലും നമ്മുടെ 2-3-4 കോടി മുടക്കി മേടിക്കുകയും 2-3 കോടി രൂപ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നത്? കോടിക്കണക്കിന് രൂപ ആരെങ്കിലും അങ്ങനെ റിസ്ക് ഉള്ള ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അത് തന്നെ ഒരു കോമൺ ലോജിക്കല്ലേ? അല്ല, ക്രമക്കേട് ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഡോക്യുമെന്റിന്റെ ഡ്യൂ ഡെലിജൻസ് നോക്കിയാൽ ഒരു നിലക്കുള്ള ക്രമക്കേട് അതിന്റെ അടുത്ത് വിസിബിൾ ആയിരുന്നില്ല. ഇല്ല. പിന്നെ എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത്. ഇങ്ങനെ ഇതിലൊരു പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതൊരു കയ്യേറ്റ ഭൂമിയാണെന്നോ സർക്കാർ ഭൂമി ഇതിലുണ്ടെന്നോ താങ്കൾക്ക് അറിയില്ല. അല്ല, കയ്യേറ്റ് ഇതിപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും? ഈ ക്രമക്കേടുള്ള ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് താങ്കൾ അത് വാങ്ങി എന്നതാണ്.
ഇപ്പൊ ഞാനിപ്പോ എന്റെ ഒരു ഊഹം വെച്ച് ക്രമക്കേടുള്ള ഭൂമി എന്ന് പറഞ്ഞാൽ വിരിവുള്ള ഭൂമിയോ അല്ലെങ്കിൽ അധിക ഭൂമി കയ്യിലുള്ളതോ ക്രമക്കേടുള്ള ഭൂമിയായിട്ടുള്ള കണക്കി വരത്തില്ല. അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിലെ പിന്നീട് ഞാൻ കേട്ടത്. അതായിരിക്കും 2008 മുതൽ അങ്ങനെ എന്തോ പ്രൊസീഡിങ് ഈ ഭൂമിക്കെതിരെ ഉണ്ടായിരുന്നു അറിഞ്ഞിട്ടു എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു വ്യവസ്ഥാപിതമായ മാർഗം എന്ന് പറയുന്നത് സർക്കാരിന്റെ റവന്യൂ രേഖകളിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു അഭിഭാഷകനല്ല, ഞാനൊരു പൗരനല്ല, ഞാനൊരു വാങ്ങുന്ന ആളാണെങ്കിലും വിൽക്കുന്ന ആളാണെങ്കിലും ഇത് പരിശോധിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗം എന്ന് പറയുന്നത് സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിക്കെതിരെ മിച്ചഭൂമി കേസ് നിലനിൽക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിന്നാൽ ദാറ്റ് ഇസ് ട്രൂ. ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഭൂമി സംബന്ധിച്ച് അങ്ങനെ സർക്കാർ രേഖകൾ അങ്ങനെ ഡ്യൂ ഡെലിജൻസിൽ ഈ ഭൂമിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായി ഒരു രീതിയിൽ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എനിക്ക് ഭൂമി തന്നവരെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യവും ധാരണയുള്ളവരാണ്. അവർ ആ നിലയ്ക്കുള്ള ഒരു കാര്യം ഒളിച്ചും മറച്ചും വെച്ച് എന്നോടും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ FIRന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് CPM അല്ലെങ്കിൽ CPM സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു FIR എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇനിയിപ്പോ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവാണല്ലോ മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ FIR. ഇതൊക്കെ ജനം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നത് പിണറായി വിജയന്റെ വെറും മിഥ്യാധാരണയാണ്. എല്ലാത്തിനും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിനെല്ലാം മുകളിൽ ഒരാളുണ്ട്. ദ ഡേ വിൽ കം വെൻ യു ഹാവ് ടു ആൻസർ ഓൾ ദിസ്. അല്ല, ഞാൻ FIR പരിശോധിക്കും തീർച്ചയായിട്ടും. അതിന്റെ അകത്ത് നിയമവിരുദ്ധമായ ഒരു ഹറാസ്മെന്റിന് ഇനിയിപ്പോ ഏത് ഏജൻസി ആണെങ്കിലും ഞാൻ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിച്ചു. അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിയമവിധേയമായ ഏത് നടപടികളോടും 100% സഹകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യും. പക്ഷെ നിയമവിരുദ്ധമായ ഒരു ഹറാസ്മെന്റിന് ശ്രമിച്ചാൽ വി വിൽ ചലഞ്ച് ഇറ്റ്, വിൽ ടേക്ക് ഇറ്റ് അപ്പ് ലീഗലി. താങ്കൾ കൊടുത്ത പെറ്റീഷൻ തള്ളിയതിനു ശേഷം താങ്കൾക്ക് വ്യാപകമായിട്ടുള്ള ട്രോളുകളൊക്കെയാണല്ലോ നിറയുന്നത് സോഷ്യൽ മീഡിയയിൽ. യെസ്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പിന്നെ ധാരാളം ട്രോളുകൾ അയച്ചു തരുന്നുണ്ട്. ഞാൻ കാണാതെ പോകുന്ന ഒരുപാട് ട്രോളുകളുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദ ക്രിയേറ്റിവിറ്റി, നോ ഡൗട്ട്. ഞാനിത് എനിക്കെതിരായിട്ടുള്ള ട്രോളാണെങ്കിലും ഈ ട്രോള് എഴുതിയതാരാ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്താരാ നമുക്കറിയില്ല. ബട്ട് ഐ ജെനുവിൻലി സിൻസിയർലി ഐ അപ്രീഷിയേറ്റ് യുവർ ടാലന്റ് ആൻഡ് എബിലിറ്റി. കാരണം ഞാൻ പോലും ചിരിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ പലതുണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. എനിക്കതിന്റെ വേറെ ഒരു ഇതില്ല. നാച്ചുറലി അത് ഉണ്ടാവും. കാരണം ഒരു സൈബർ ബുള്ളിങ്ങിന്റെ ഒരു ഭാഗം മനസ്സ് നോം ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ മാതിരി ഇന്നത്തെ കാലഘട്ടത്തിൽ അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ ഫൈറ്റിനൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാനും കൂടി തയ്യാറായിട്ട് വേണം ഇറങ്ങാൻ എന്നുള്ളതാണ്. സോ ഐ എം പ്രിപ്പയർഡ്. I take it in the right spirit. No problem. Let them do that. ഈ നിയമ പോരാട്ടത്തില് ഒറ്റയ്ക്കാണ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. പാർട്ടി വേണ്ടതൊരു അതേ ഊർജ്ജത്തോടെ പിന്നീടുണ്ടോ എന്ന് സംശയം പലപ്പോഴും പിന്തുണ ഇല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും. അല്ല, ഞാന് നിയമ പോരാട്ടത്തിന് പോകുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുമതി ചോദിച്ചിരുന്നു. പാർട്ടി എന്ന നിലയിലേക്ക് APC പ്രസിഡന്റിനോടും ഞാൻ MLA എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനോടും അനുമതി ചോദിച്ചു. രണ്ടുപേരുടെയും അനുമതി വാങ്ങിയതിനു ശേഷമാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. അതിന് നിയമ പോരാട്ടത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ അവരെ ബ്രീഫ് ചെയ്തിരുന്നു. എസ്പെഷ്യലി VD Sachin ബീങ് എ ലോയർ ഓൾസോ, ഹി ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. അദ്ദേഹം നോക്കിയതിനു ശേഷം അദ്ദേഹം അനുമതി തന്നതിന് ശേഷമാണ് ഞാൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. പ്രതികരണങ്ങൾ താങ്കൾക്ക് നേരെ മാത്രമാണ് ഉണ്ടാകുന്നത്. തിരിച്ചുള്ള തിരിച്ചടികൾ പലപ്പോഴും ഒറ്റപ്പെട്ട ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ടോ? അല്ല, അത് അങ്ങനെയാണല്ലോ. നമ്മൾ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന അസ്ത്രങ്ങളെല്ലാം പതിക്കുന്നത് നമ്മുടെ മേലായിരിക്കും. നാച്ചുറലാണ്.
ഇതിനെ രാഷ്ട്രീയപരമായി കൂടെ നേരിടാനുള്ള നടപടി എന്താണെന്ന് പറഞ്ഞു. നിയമപരമായി താങ്കൾ നേരിടുന്നതാണ്, അഭിഭാഷകനാണ്. ഇത് രാഷ്ട്രീയപരമായി എങ്ങനെയായിരിക്കും പാർട്ടി ഉൾപ്പെടെയുള്ള ഒരു ഇതിനാണ് മാസപ്പടി വിഷയത്തിൽ ഇതിന്റെ പേരിൽ ഇതുകൊണ്ട് ഈ മാസപ്പടി വിഷയത്തിന്റെ ചാപ്റ്റർ ക്ലോസ് ആവുന്നുള്ളത് വെറും മിഥ്യാധാരണയാണ്. അത് വെറും അതിമോഹമാണ്. ഈ ഒരു വിജിലൻസ് കോർട്ട് ജഡ്ജ്മെന്റിന്റെ പേരിൽ മാസപ്പടി എന്ന കേരളം കണ്ട വലിയ അഴിമതി മായ്ച്ചു കളയാമെന്ന് CPMO നേതാക്കന്മാരോ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. വി വിൽ ടേക്ക് ഇറ്റ് ടു ദ പീപ്പിൾ. കാരണം കേരളത്തിലെ സാമാന്യ ജനം, ഈവൻ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ അടക്കം ഉള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ബോധ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ഞാനിപ്പോ ഇതിനുശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ യോഗങ്ങളുണ്ടായിരുന്നു. വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള CPMന്റെ ഒരുപാട് പേര് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഈ തവണത്തെ പോളിംഗ് കുറഞ്ഞതിന്റെ ഒരു റീസൺ അതാണ്. ഞാനിത് വെറുതെ ബ്ലഫ് ചെയ്ത് പറയുന്നതല്ല. ഞാൻ ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തൽ നടത്തി അതിന്റെ അകത്ത് ഓരോരുത്തരും വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ആളുകളെ കുറിച്ച് പഠിച്ച് അതിലെ CPM വോട്ടുകൾ എന്തുകൊണ്ട് ചെയ്യപ്പെട്ടില്ല എന്ന് പഠിച്ചപ്പോ ഞങ്ങൾ പോയാൽ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് പോകുന്നില്ല എന്ന് 1 അല്ല 9 അല്ല നിരവധി ആളുകൾ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇന്നത്തെ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടുമുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിഷേധം ഈ വോട്ടെടുപ്പിൽ പോളിംഗ് കുറഞ്ഞതിലൂടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലും പഠനത്തിലും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ മാസപ്പടി വിഷയം ഈ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അഴിമതി ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും അത്രമേൽ ആഴത്തിലുണ്ട്. അവർ അത് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായും ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും.